ഓക്കെ, ഇപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യം ഈ റിങ്ങിനെ പറ്റി സംസാരിക്കാം. സോ ഇതൊരു ടൈറ്റേനിയം കൊണ്ട് ഉണ്ടാക്കിയ റിംഗ് ആണ്. ഇതൊരു 7 mm വൈഡ് ആണ്, 2.6 mm തിക്ക് ആണ്, പിന്നെ 2.3 gram വെയിറ്റ് ഉള്ളൂ. സോ ഇത് ഒത്തിരി ലൈറ്റ് ആണ്. സോ ഇത് കണ്ടാൽ തോന്നും ഇത് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇത് ആക്ച്വലി പിടിക്കുമ്പം കുറച്ച് സർപ്രൈസ് ആയി പോകും. ഇത് ഒത്തിരി ലൈറ്റ് ആണ്. പ്ലസ് ഇതിൻ്റെ ചാർജിങ് കേസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചാർജിങ് കേസിൽ ബാറ്ററി ഉണ്ട്. സോ അത് കാരണം ഇത് 2 പ്രാവശ്യം ഇതിനെ റിങ്ങിനെ ചാർജ് ചെയ്യും. സോ 80 minutes എടുക്കും ഇതൊരു ഫുൾ ചാർജ് ചെയ്യാനായിട്ട്. ഒരു ഫുൾ ചാർജ് ആയി കഴിഞ്ഞിട്ട് 6 to 7 days ഇത് ഓടും. സോ പിന്നെ വേറെ ഒരു നല്ല കാര്യം ഈ ചാർജിങ് കേസിൻ്റെ, ഇത് നിങ്ങൾ ചാർജിങ് പാഡ് അല്ലെങ്കിൽ ഫോണിൽ റിവേഴ്സ് ചാർജിങ് ഓൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആ ചാർജിങ് കേസിനെയും വയർലെസ് ചാർജ് ചെയ്യാം. സോ അതൊരു യുണീക്ക് ഓപ്ഷനാണ്. അത് നോർമലി ഇങ്ങനത്തെ റിങ്ങിലൊക്കെ നമ്മൾക്ക് അങ്ങനത്തെ ഓപ്ഷൻ കിട്ടില്ല. സോ ഒത്തിരി നല്ല ചാർജിങ് കേസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾക്ക് 100 meters വാട്ടർ റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. സോ ഇത് നിങ്ങൾ വേണമെങ്കിൽ കടലിൽ യൂസ് ചെയ്യാം. പക്ഷേ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പം കുറച്ച് ഫ്രഷ് വാട്ടർ കൊണ്ട് ഇത് ചുമ്മാ ക്ലീൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ സോൾട്ട് ഡിപ്പോസിറ്റിൻ്റെ കോർണേഴ്സിലൊക്കെ വരും. സോ അത് നോക്കണം. ബാക്കി ഒരു വെള്ളത്തിൻ്റെ ഒരു പ്രോബ്ലം ഇല്ല. ഇതിൻ്റെ അകത്ത് 4 സെൻസർ ഉണ്ട്, 3 ഓപ്റ്റിക്കൽ, പിന്നെ ഒരു ആക്സിലറോമീറ്റർ. സോ ആക്സിലറോമീറ്റർ നമ്മളുടെ സ്റ്റെപ്സ് പിന്നെ മൂവ്മെൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ നമ്മളുടെ ഓപ്റ്റിക്കൽ ബയോ സിഗ്നൽ സെൻസർ ഉണ്ട്, അത് നമ്മളുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും. പിന്നെ സ്കിൻ ടെമ്പറേച്ചർ സെൻസർ ഉണ്ട്, നമ്മളുടെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യും. പിന്നെ ഓക്സിജൻ ലെവൽ സെൻസർ ഉണ്ട്, അത് നമ്മളുടെ ബോഡിയുടെ ഓക്സിജൻ മോണിറ്റർ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കാര്യം ഓർമ്മ വയ്ക്കണം, ഓക്സിജൻ പിന്നെ നമ്മളുടെ സ്കിൻ ടെമ്പറേച്ചർ ഇത് നമ്മൾ ഉറങ്ങുമ്പം സ്ലീപ്പിൽ ഇത് ട്രാക്ക് ചെയ്യും. പക്ഷേ നമ്മൾക്ക് ഓൺ ഡിമാൻഡ് നമ്മളുടെ ടെമ്പറേച്ചറും പിന്നെ നമ്മളുടെ ഓക്സിജനും നമ്മൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാംസങ്ങിൻ്റെ വാച്ച് യൂസ് ചെയ്യേണ്ടി വരും. റിങ്ങിൽ ആ ഓപ്ഷൻ ഇല്ല. ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് മോണിറ്റർ ചെയ്യാം. ഇവിടെ ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ്, നമ്മൾക്ക് 3 സൈസ് ബാറ്ററി കിട്ടുന്നു. സോ ബേസിക്കലി നമ്മൾക്ക് 11 സൈസസ് കിട്ടുന്നു, 5 to 15. നമ്മളൊരു 5, 6, 7 സൈസ് എടുത്താൽ 17 mAh ബാറ്ററി കിട്ടുന്നു. നമ്മൾ 8, 9, 10, 11 എടുത്താൽ 18.5 mAh ബാറ്ററി കിട്ടുന്നു. പിന്നെ 12, 13, 14, 15 എടുത്താൽ 22.5 mAh ബാറ്ററി കിട്ടുന്നു. സോ നിങ്ങളുടെ അടുത്ത് ചെറിയ സൈസ് 5, 6, 7 ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 days ബാറ്ററി ലൈഫ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് 12, 13, 14, 15 റിംഗ് കിട്ടിയാൽ അതിൽ നിങ്ങൾക്ക് ഒരു 7 days ബാറ്ററി ലൈഫ് കിട്ടുന്നു. സോ ബിഗർ റിംഗ്, മോർ ബാറ്ററി. സോ ഇതായിരുന്നു ഇൻട്രൊഡക്ഷൻ. ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഒക്കെ കുറച്ചൊക്കെ പിടികിട്ടി. ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം ഈ റിംഗ് ആക്ച്വലി എന്താ ചെയ്യുന്നത്, എന്തിനാണ് വാങ്ങിക്കേണ്ടത്. സോ 4 കാര്യം ഇത് ചെയ്യും, 4 മെയിൻ കാര്യം ചെയ്യും. ആദ്യത്തെയാണ് സ്ലീപ്പ് ട്രാക്കിംഗ്. സോ നിങ്ങൾ ഉറങ്ങുമ്പം ഇത് നിങ്ങളുടെ ഓക്സിജൻ ലെവൽ മോണിറ്റർ ചെയ്യും, നിങ്ങളുടെ സ്കിൻ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യും, നിങ്ങളുടെ ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും. പിന്നെ ആക്സിലറോമീറ്റർ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എത്ര മൂവ് ചെയ്യാമെന്നു അത് മോണിറ്റർ ചെയ്യും. പിന്നെ ഇത് അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ ഒരു കാര്യമുണ്ട്, സ്നോർ ട്രാക്കിംഗ്. ഇത് എല്ലാം നോക്കിയിട്ട് പിന്നെ ഇതിന് മനസ്സിലാവും നിങ്ങൾ എപ്പോഴാണ് ഡീപ്പ് സ്ലീപ്പിൽ പോയത്, എത്ര നേരം നിങ്ങൾ അവേക്ക് ആയിരുന്നു, നിങ്ങളുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റി എങ്ങനെയായിരുന്നു എന്ന് ഇത് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അടുത്ത ദിവസം നിങ്ങൾക്ക് അത് സാംസങ് ഹെൽത്ത് ആപ്പിൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കാണാം. സോ ഇത് നിങ്ങളുടെ സ്ലീപ്പ് സ്കോർ കൊടുക്കും. സോ നമ്മൾക്ക് ബെറ്റർ സ്ലീപ്പ് സ്കോർ കിട്ടിയാൽ നമ്മളുടെ ആ ദിവസം നമ്മളുടെ എനർജി ലെവൽ നല്ലതായിരിക്കും. അതിനെപ്പറ്റി ഇനിയും സംസാരിക്കാം, അതും ഒരു പോയിൻ്റാണ്. സോ സ്ലീപ്പ് സ്കോർ ട്രാക്ക് ചെയ്യാനായിട്ട് ഇതൊരു നല്ല ഓപ്ഷനാണ്. സോ മറ്റേ കാര്യം ഇത് ചെയ്യുന്നത്, നിങ്ങൾ ഉറങ്ങുമ്പം നിങ്ങൾ കൂർക്കം വിളിക്കും. ഹോപ്പ്ഫുള്ളി അതാണ് പറയുന്നത്, സ്നോറിങ്, കൂർക്കം വിളിക്കാൻ. സോ അത് ഒത്തിരി ആൾക്കാർക്ക് അറിയില്ല നിങ്ങൾ എത്ര സൗണ്ട് നിങ്ങളുടെ കൂർക്കമാണ്, എത്ര ലൗഡാണ്. പിന്നെ നിങ്ങൾ കൂർക്കം വലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നും ആൾക്കാർക്ക് അറിയത്തില്ല. അത് മോണിറ്റർ ചെയ്യും. സോ ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അടുത്ത് വെക്കണം ചാർജിങ്ങിൽ. പിന്നെ സ്നോർ ട്രാക്കിംഗ് ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കണം. അത് ഓൺ ചെയ്ത് വെച്ചാൽ ഇപ്പം എല്ലാ രാത്രി നിങ്ങൾ ഉറങ്ങുമ്പം ഇത് ഇട്ടിട്ട് ഉറങ്ങുമ്പം അത് നിങ്ങളുടെ ഫോൺ അത് കാൽക്കുലേറ്റ് ചെയ്യും, എല്ലാം റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മൾക്ക് അടുത്ത ദിവസം അത് കേൾക്കാം. സോ
ഇത് ആർക്ക് വേണ്ടിയിട്ട് യൂസ്ഫുൾ ആണ്? ബേസിക്കലി നിങ്ങൾക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ടെങ്കിൽ അത് പിടിക്കും. അത് നിങ്ങൾ സ്നോറിങ് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും എത്ര നിങ്ങളുടെ നേസൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ട്, അങ്ങനത്തെ ഒക്കെ ആ സൗണ്ട് കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതൊരു ഹെൽപ്ഫുൾ ആണ് ചില ആൾക്കാർക്ക്. എൻ്റെ കുറച്ചൊക്കെ റിലേറ്റീവ്സ് ഉണ്ട്, അവർ സ്ലീപ്പ് ആപ്നിയ ഡിവൈസ് ഇട്ടിട്ടാണ് അവർ ഒരു ഓക്സിജൻ മാസ്കിനെ പോലെ അങ്ങനെ അത് ഇട്ടിട്ടാണ് അവരൊക്കെ ഉറങ്ങുന്നത്. കാരണം അവർക്ക് സ്ലീപ്പ് ആപ്നിയ ഉണ്ട്, ഒത്തിരി കുറുക്കമൊക്കെ വലിക്കാറുണ്ടായിരുന്നു. പക്ഷേ അത് അവർക്ക് അറിയത്തില്ലായിരുന്നു. അത് അവരുടെ പാർട്ട്ണർ വന്നു കഴിഞ്ഞിട്ട് അവരാ പറഞ്ഞത്, പിന്നെ അങ്ങനെയാണ് അവർക്ക് പിടികിട്ടിയത്. ഇവിടെ പാർട്ട്ണറുടെ ഒന്നും ആവശ്യമില്ല, ഈ റിങ് തന്നെ നിങ്ങൾക്ക് പറയും. സോ അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഇതത് ചെയ്യും. പിന്നെ സ്ലീപ്പ് ട്രാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൂർക്കം വിളിക്കുന്നത് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾക്കൊരു സ്ലീപ്പ് കോച്ചിങ് ചെയ്യും. സോ നിങ്ങൾക്ക് പറയും, ഓക്കെ നിങ്ങളുടെ സ്ലീപ്പ് ബെറ്റർ ആക്കാനായിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. സോ ആ ഓപ്ഷനൊക്കെ ഇവിടെയുണ്ട്. സോ ഇത് സ്ലീപ്പ് കോച്ചിങ് ഓപ്ഷൻ ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ ഇതാണ് സ്ലീപ്പ് ട്രാക്കിംഗ്, ഇതിൻ്റെ ഫസ്റ്റ് മേജർ ഓപ്ഷൻ. ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് എക്സസൈസ് ട്രാക്കിംഗ്. സോ ജനറലി അതിന് വേണ്ടിയിട്ടാണ് ഒത്തിരി ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത്. പക്ഷേ ഇത് അതിന് വേണ്ടിയിട്ടല്ല. എനിക്കിത് ഇഷ്ടമില്ല. എക്സസൈസ് മോണിറ്ററിങ്ങിന് വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാറില്ല. അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് സംസാരിക്കാം. സോ ബേസിക്കലി ഇത് 4 എക്സസൈസിന് വേണ്ടിയിട്ട് ഹാർട്ട് റേറ്റ് മോണിറ്റർ ചെയ്യും. സോ സൈക്ലിംഗ്, വാക്കിംഗ്, റണ്ണിങ്, ജോഗിങ്, ത്രെഡ്മിൽ അങ്ങനത്തെ ഒക്കെ എക്സസൈസസിൽ ഇത് നമ്മൾക്ക് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ചെയ്യും. റെസ്റ്റ് എക്സസൈസിന് വേണ്ടി ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഇത് ചെയ്യില്ല. എനിക്ക് വേണ്ടിയിട്ട് ഹാർട്ട് റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഞാൻ 180 ത്രെഷോൾഡ് ക്രോസ് ചെയ്യാറില്ല. ഞാൻ 180 അകത്ത് തന്നെ ഇരിക്കും. ഞാൻ അത് ക്രോസ് ചെയ്യാതെ എക്സസൈസ് ചെയ്യും. സോ എൻ്റെ 165, 170, 175 എത്തുമ്പം ഞാൻ സ്റ്റോപ്പ് ആവും, കൂൾ ഡൗൺ ആവും, പിന്നെ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യും. സോ അത് എനിക്ക് വേണ്ടിയിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് എനിക്ക് ഇവിടെ കിട്ടുന്നില്ല. സെക്കൻഡ്, ഇത് ഇട്ട് കഴിഞ്ഞിട്ട് എനിക്ക് വെയ്റ്റ്സ് ഒക്കെ പിടിക്കാൻ പറ്റില്ല. കാരണം ഇത് മെറ്റൽ വെയ്റ്റ്സിൻ്റെ ഡംബൽ റോഡ്സ് എല്ലാം മെറ്റൽ, അത് ഇവിടെ ടച്ച് ചെയ്യുമ്പം ഇതിവിടെ സ്ക്രേപ്പ് ആവും, പിന്നെ എൻ്റെ റിങ് കേടായി പോകും. പ്ലസ് ഇത് വെയ്റ്റ്, പിന്നെ ഈ റിങ് ഇങ്ങനെ ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പം ഇത് എന്നെ പിഞ്ച് ചെയ്യും. സോ അതും നല്ല ഓപ്ഷനല്ല. സോ ഇത് എക്സസൈസ് ചെയ്ത് ഡംബിൾസ് പിന്നെ അങ്ങനത്തെ ഒക്കെ പിടിച്ചിട്ട് എക്സസൈസ് ചെയ്യാനായിട്ടൊരു സേഫ് ഓപ്ഷൻ അല്ല. സോ നിങ്ങൾക്ക് ഫങ്ഷണൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ കാലിസ്ഥാനിക്സ് അങ്ങനത്തെ ഒക്കെ എക്സസൈസ് ചെയ്യുവാണെങ്കിൽ ഓക്കെയാണ്. പക്ഷേ അവിടെയും നിങ്ങൾ വെയ്റ്റ്സ് ഒക്കെ എടുക്കാറുണ്ട്, പിന്നെ ഒരു പോലൊക്കെ അങ്ങനത്തെ ഒക്കെ ഇങ്ങനെ ഹാങ് ഒക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് പിന്നെ നിങ്ങൾക്കിത് ഊരേണ്ടി വരും. സോ എക്സസൈസിന് വേണ്ടി ഞാനിത് അത്ര റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ എക്സസൈസിൽ ഇതൊരു ഓട്ടോ എക്സസൈസ് ട്രാക്കിംഗ് ഓപ്ഷൻ കൊടുക്കും. സോ നിങ്ങൾ റണ്ണിങ്, വാക്കിംഗ്, സൈക്ലിംഗ് അങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പം ഇത് ഓട്ടോമാറ്റിക്കലി എക്സസൈസ് റെക്കോർഡ് ചെയ്യും. പക്ഷേ അവിടെയും ഒരു പ്രോബ്ലം ഉണ്ട്. ഞാൻ ബൈക്ക് ഓടിച്ച് പോകുമ്പം, ഞാൻ എൻ്റെ റോയൽ എൻഫീൽഡിൽ പോകുമ്പം ഇത് അതിനെയും സൈക്ലിംഗ് ആയിട്ട് ഓട്ടോ റെക്കോർഡ് ചെയ്ത് ഇടും. സോ ചില സമയം ഞാൻ എക്സസൈസ് ചെയ്തിട്ടില്ല ആ ദിവസം, പക്ഷേ ഇത് വന്ന് പറയുന്നു നല്ല കാര്യം നിങ്ങൾ ഒത്തിരി എക്സസൈസ് ചെയ്തു. ഞാൻ ചെയ്തിട്ടില്ല. അത് ഓട്ടോ എക്സസൈസ് മോണിറ്ററിങ് ഇത് ചെയ്തു. സോ അത് കാരണം എനിക്ക് എല്ലാ സമയം സാംസങ് ഹെൽത്ത് ആപ്പിൽ പോയിട്ട് ആ ഓട്ടോ എക്സസൈസ് ഓഫ് ചെയ്യേണ്ടി വരുന്നു. പിന്നെ ആ ഓട്ടോമാറ്റിക് റെക്കോർഡ് ചെയ്തത് നല്ല കാര്യം, നമ്മൾക്കത് റിമൂവ് ചെയ്യാം. സോ ഞാൻ അത് എല്ലാ സമയം പോയിട്ട് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഇപ്പം ഞാൻ ഓട്ടോനെ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ചെയ്ത് വെക്കാം, ഞാനത് ഓണാക്കി വെക്കാറില്ല. സോ ഇതാണ് സെക്കൻഡ് തിങ്, എക്സസൈസ് ട്രാക്കിംഗ്. മൂന്നാമത്തെ സാധനം സൈക്കിൾ ട്രാക്കിംഗ്. സോ ലേഡീസിന് വേണ്ടിയിട്ട് ഇത് അവരുടെ സൈക്കിൾ ട്രാക്ക് ചെയ്യും. സോ ഞാൻ പേഴ്സണലി ഇത് ടെസ്റ്റ് ചെയ്തിട്ടില്ല, സോ എനിക്ക് അത്ര പറയാനൊന്നും പറ്റില്ല. പക്ഷേ ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സാധനം ഞാൻ വായിച്ചു. സോ ബേസിക്കലി ഇത് നിങ്ങളുടെ സ്കിൻ്റെ ടെമ്പറേച്ചർ എല്ലാ രാത്രി നിങ്ങളിത് ഇട്ടിട്ട് ഉറങ്ങുന്നുണ്ട്. സോ നിങ്ങളുടെ സ്കിൻ്റെ ടെമ്പറേച്ചർ, നിങ്ങളുടെ ബോഡി ടെമ്പറേച്ചർ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നു. സോ ആ ബോഡി ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ ഓവുലേഷൻ പീരിയഡ്, ബെസ്റ്റ് പീരിയഡ്, പ്രഗ്നൻ്റ് ആവാനായിട്ട് ഇത് പറയും. സോ അത് എനിക്ക് ഇഷ്ടപ്പെട്ടു, അതൊരു നല്ല കാര്യമാണ്. സോ നിങ്ങൾ ഫാമിലിന് വേണ്ടിയിട്ട്, നിങ്ങൾ ഫാമിലി ഒരു കൊച്ചിന് വേണ്ടി ട്രൈ ചെയ്യുവാണെങ്കിൽ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടില്ല, ഇത് അവരുടെ വെബ്സൈറ്റിൽ അവർ എഴുതിയിട്ടുണ്ട്.
അത് കാരണം എനിക്ക് അറിയാം. സോ ഇത് ഒരു നല്ല ഓപ്ഷനാണ്. സോ അത് കാരണം ഞാൻ പറയുവാണ്. പക്ഷേ ടെസ്റ്റ് ഞാൻ ചെയ്തിട്ടില്ല. സോ ഇതാണ് മൂന്നാമത്തെ സാധനം, സൈക്കിൾ ട്രാക്കിംഗ്. പിന്നെ ഫോർത്താണ് ബോഡി സ്കോർ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ റിംഗ് വാങ്ങിച്ചത്. സോ ബേസിക്കലി സ്ലീപ്പ് സ്കോർ നിങ്ങൾക്ക് പിടികിട്ടി. സോ നമ്മൾ എത്ര റെസ്റ്റ് ചെയ്തു, നമ്മൾ എത്ര നല്ല സ്ലീപ്പായിരുന്നു, അതൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് രാവിലെ എണീക്കുമ്പം നിങ്ങൾക്ക് ഇത് സ്ലീപ്പ് സ്കോറും കൊടുക്കുന്നു, പിന്നെ ഒരു ബോഡി സ്കോറും കൊടുക്കുന്നു. സോ ബോഡി സ്കോറാണ് ഇപ്പം ഞാൻ ഫുൾ ഡേയിൽ ഞാൻ എന്തൊക്കെ ചെയ്തു, എത്ര നമ്മളുടെ ബിസി ഡേ ആയിരുന്നു, എത്ര ഞാൻ റെസ്റ്റ് ചെയ്തു, എത്ര ഞാൻ ബോഡീനെ ഫെറ്റീഗ് ചെയ്തു, അതൊക്കെ ഇത് കാൽക്കുലേറ്റ് ചെയ്യും. കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എത്ര റെസ്റ്റ് ചെയ്തു, ആ സ്ലീപ്പ് സ്കോർ കൊണ്ട് ഇത് പിടികിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതൊരു ബോഡി സ്കോർ കൊടുക്കും. ഞാൻ എത്ര വർക്ക് ചെയ്തു, എത്ര റെസ്റ്റ് ചെയ്തു, ഇപ്പം എൻ്റെ ബോഡി സ്കോർ എത്രയാണ് ഇന്ന് എനിക്ക് യൂസ് ചെയ്യാനായിട്ട്, എത്ര എനർജി ലെവൽ എൻ്റെ അടുത്ത് ഉണ്ടെന്ന്. സോ അത് ഇത് പറയും. സോ അതൊരു നല്ല കാര്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാംസങ് ഡിവൈസസിനെ യൂസ് ചെയ്യുന്നത്. ഞാൻ അത് എൻ്റെ വാച്ച് 4 തുടങ്ങി യൂസ് ചെയ്യുവാണ്. സോ വാച്ച് 4ലും ഈ ഫീച്ചറുണ്ട്, എൻ്റെ വാച്ച് അൾട്രയിലും ആ ഫീച്ചറുണ്ട്. പക്ഷേ അൾട്ര ഇട്ടിട്ട് ഉറങ്ങാനായിട്ടൊരു ബുദ്ധിമുട്ടാണ്. അത് ഒത്തിരി ബൾക്കി ഡിവൈസാണ്. സോ അത് കാരണമാണ് ഞാനിത് വാങ്ങിച്ചത്. ഇത് എനിക്ക് വേണ്ടി ഒരു കമ്പാനിയൻ ഡിവൈസാണ്. ഞാൻ ആ വാച്ച് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ ആ സമയം ഞാൻ ഈ റിങ്ങിനെ യൂസ് ചെയ്യും. സോ ബോഡി സ്കോർ ബേസിക്കലി ഇത് സാംസങ്ങിൻ്റെ മുമ്പേ ഞാനിത് ഗാർമിൻ്റെ കൂടെ യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അവിടെ ഇത് ബോഡി സ്കോർ അല്ല, അവിടെ ബോഡി ബാറ്ററിയാണ് അതിൻ്റെ. സോ ഡിഫറൻസ് രണ്ടിലും, ബോഡി ബാറ്ററി ഫുൾ ഡേ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ ബോഡി ബാറ്ററി ലെവൽ കുറഞ്ഞുകൊണ്ടിരിക്കും. സോ എൻഡ് ഓഫ് ദ ഡേ എനിക്കറിയാം എൻ്റെ ബോഡി ബാറ്ററി എത്ര താഴെ പോയി. പിന്നെ ഞാൻ ഉറങ്ങുമ്പോൾ അത് റീചാർജ് ആവുന്നു, പിന്നെ ഇത് കാണിക്കുന്നു എത്ര ബോഡി ബാറ്ററി ഇപ്പം ഉണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുമ്പം അത് അഗൈൻ താഴോട്ട് പോകും. സോ സാംസങ്ങിൽ ആ താഴോട്ട് പോകുന്നത് അത് കാണിക്കില്ല, അത് ഡയറക്റ്റ്ലി അടുത്ത ദിവസം നമ്മൾക്ക് ഒരു ബോഡി സ്കോർ കൊടുക്കും. അതാണ് മെയിൻ ഡിഫറൻസ്. സോ ബാറ്ററി ലെവൽ കുറഞ്ഞുകൊണ്ട് പോയാൽ ആ ഓപ്ഷൻ ഇട്ടാൽ എനിക്കിത് ഇനിയും ഇഷ്ടമായിരുന്നു, പക്ഷേ അത് അവർ തന്നിട്ടില്ല. സോ ബോഡി സ്കോർ നോക്കാനായിട്ടാണ് ഇതിൻ്റെ 4th റീസൺ ഞാൻ ഇത് വാങ്ങിച്ചത്. ഇപ്പം എൻ്റെ ഒപ്പീനിയനെ പറ്റി സംസാരിക്കാം. എൻ്റെ എന്താണ് ഒപ്പീനിയൻ ഈ ഡിവൈസിനെ പറ്റി? സോ ഞാൻ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു, ഇത് എക്സസൈസിങ്ങിന് വേണ്ടിയിട്ട് അല്ല. ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങളൊരു ഫങ്ഷണൽ ഫിറ്റ്നസ്, പിന്നെ റെഗുലർ ഓവറോൾ ഹെൽത്ത്, ജസ്റ്റ് ജനറൽ നിങ്ങൾ ജിമ്മൊക്കെ പോകുന്നില്ല, നിങ്ങൾക്ക് ചുമ്മാ നിങ്ങളുടെ ഹെൽത്ത് മോണിറ്റർ ചെയ്യുവാണെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. അതല്ലാതെ എനിക്കിത് അത്ര ഇഷ്ടപ്പെട്ടില്ല. സെക്കൻഡ്, ഇവിടെ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഇല്ല, ഇവിടെ ഒരു വൈബ്രേഷൻ ഇല്ല, ഒരു LED ലൈറ്റ് ഇല്ല. സോ നിങ്ങൾക്ക് കോൾ വരുമ്പം, മെസ്സേജ് വരുമ്പം ഇതൊരു സാധനം ചെയ്യില്ല. ഇത് ചുമ്മാ സൈലൻ്റ്ലി അവിടെ ഇരിക്കും. സോ ആ നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഇവിടെ ഇല്ല. ചിലപ്പം സെക്കൻഡ് തേർഡ് വേർഷനിൽ അങ്ങനത്തെ എന്തെങ്കിലും LED അല്ലെങ്കിൽ എന്തെങ്കിലും വരും, ചിലപ്പം വരും. പക്ഷേ ഇപ്പം അതില്ല. ചില റിങ്സിൽ അത് വന്നിട്ടുണ്ട്, ഇപ്പോഴും ഒരു ചെറിയ സ്ക്രീനൊക്കെ വന്നിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ അങ്ങനെ വരാൻ തുടങ്ങി. പക്ഷേ ഇവിടെ സാംസങ് റിങ്ങിൽ ഇപ്പം അതില്ല. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഇവിടെ ഇല്ല, അതാണ് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. സോ ബേസിക്കലി കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് നിങ്ങളുടെ ഫുൾ ഡേയിൽ നിങ്ങളുടെ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ്ലി മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ ഇത് എല്ലാ 10 മിനിറ്റ്സിൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും, ഹാർട്ട് റേറ്റ് എടുക്കും, ഓഫായി പോകും. പിന്നെ 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഓൺ ആവും, ഹാർട്ട് റേറ്റ് എടുക്കും, ഓഫായി പോകും. സോ ഇവിടെ ഇൻ്റർവെൽ ആണ് 10 മിനിറ്റ്സിൻ്റെ. അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് വേണം. എനിക്കറിയാം 6 ഡേയ്സ് ബാറ്ററി ലൈഫ് കിട്ടുന്നു എനിക്ക് 10 മിനിറ്റ്സ് ഇട്ടിട്ട്. പക്ഷേ ഇത് 2 ദിവസവും കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്ങിൻ്റെ കൂടെ നടന്നാൽ എനിക്ക് അതും ഓക്കെ ആയിരുന്നു. കാരണം എസ്പെഷ്യലി കോവിഡ് ടൈമിൽ എൻ്റെ മോം ഒരു രാത്രിക്ക് 2 മണിക്ക് അവിടെ സാംസങ് വാച്ച് സഡൻലി അവരെ അലേർട്ട് ചെയ്തു, നിങ്ങളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 180 ആയിപ്പോയി. സോ ആ സമയം നമ്മൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, പിന്നെ അവരൊക്കെ മെഡിസിനൊക്കെ കൊടുത്തു. സോ ആ സമയം ഈ സാംസങ് വാച്ചിൻ്റെ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററാണ് നമ്മളെ പറഞ്ഞത് അവർക്ക് ഈ ഹാർട്ട് പ്രോബ്ലം വന്നു എന്ന്. സോ അവർക്ക് ആ സമയം കോവിഡ് ഉണ്ടായിരുന്നു. സോ ഈ
കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്റർ അത് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടിയിട്ടൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമായി പോയി. സോ അത് കാരണം ഇപ്പം എൻ്റെ മോം അവിടെ ഇപ്പം അപ്ഗ്രേഡഡ് സാംസങ് വാച്ച് 4 ആണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഓൾവേസ് ഓൺ ആയി ഇരിക്കും. സോ ആ ഓപ്ഷൻ എനിക്ക് വേണമായിരുന്നു. ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. സോ അത് ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് അത് ഒത്തിരി ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്. എനിക്ക് വേണ്ടിയിട്ടാണ്. ചില ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത് എല്ലാവർക്കും, പക്ഷേ എനിക്ക് വേണ്ടി ഇത് പേഴ്സണലാണ്. കാരണം എൻ്റെ മോമിനെ ഇത് ആ സമയം ഹെൽപ്പ് ചെയ്തു. സോ ചില വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ടും ഇത് ഒരു ഹെൽപ്ഫുൾ ഡിവൈസാണ്. ഇതൊരു മെഡിക്കൽ ഡിവൈസ് അല്ല. സോ അത് ഓൾറെഡി ഇവർ പറഞ്ഞിട്ടുണ്ട്, ഇതിനെ ഒരു മെഡിക്കൽ ഡിവൈസിനെ പോലെ യൂസ് ചെയ്യരുത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ഡിവൈസ് യൂസ് ചെയ്യണം. ഇതൊരു റെഫറൻസ് ഡിവൈസാണ്. ചിലപ്പോൾ ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ പറ്റി, ഓവറോൾ ഹെൽത്തിനെ പറ്റി ഇത് ഇൻസൈറ്റ്സ് കൊടുക്കും. സോ നിങ്ങൾക്കറിയാം എത്ര ഹെൽത്തി നിങ്ങളാണെന്ന്. സോ കണ്ടിന്യൂസ് ഹാർട്ട് റേറ്റ് മോണിറ്ററിനെ പറ്റി അത് കാരണം ഞാൻ ഒത്തിരി പറയുവാണ്. കാരണം എനിക്ക് വേണ്ടി ഇത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമായിരുന്നു. സോ ആ ഓപ്ഷൻ ഇവിടെ ഇല്ല. പിന്നെ ഒരു നല്ല കാര്യം, ഇവിടെ നമ്മൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ് മോഡൽ ഇവിടെ കിട്ടുന്നില്ല. ഒത്തിരി റിങ്സ് ഒക്കെ മാർക്കറ്റിലുണ്ട്. അവിടെ നിങ്ങൾക്ക് എല്ലാ മാസം ഒരു സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കണം. എന്നാലേ ഇതിൻ്റെ ഫീച്ചേഴ്സ് വർക്ക് ചെയ്യും, അഡ്വാൻസ് ഫീച്ചേഴ്സ്. സോ ഇവിടെ എല്ലാ ഫീച്ചർ ഫ്രീ ആണ്. ഒരു പ്രാവശ്യം റിങ് എടുത്തിട്ട് സാംസങ് ഹെൽത്തിൻ്റെ കൂടെ കണക്ട് ചെയ്തു, അത്രയേ ഉള്ളൂ. എല്ലാ സാധനം ഫ്രീ ആണ്. പിന്നെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇവിടെ. ഈ റിങ്ങിൽ ഒരു എക്സ്ട്രാ ഫീച്ചർ ഉണ്ട്, അതാണ് ജെസ്ചർ കൺട്രോൾ. സോ ഇങ്ങനെ ടാപ്പ് ചെയ്താൽ ഇത് 2 കാര്യം ചെയ്യും. ഒരെണ്ണം ഫോട്ടോ എടുക്കും അല്ലെങ്കിൽ വീഡിയോ എടുക്കും. പിന്നെ സെക്കൻഡ് അലാം പ്ലേ ആവുമ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്ത് അലാം ഓഫ് ചെയ്യാം. ഈ 2 ഫംഗ്ഷൻ ഈ റിങ്ങിൽ ജെസ്ചർ സപ്പോർട്ടുണ്ട്. ആ സപ്പോർട്ട് നോൺ സാംസങ് ഫോൺസിൽ ഇല്ല. അത് ഓൺലി സാംസങ് ഫോൺസിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫൈൻഡ് മൈ ഡിവൈസ് സാംസങ് ഫോണിൽ യൂസ് ചെയ്യുമ്പം ഇത് എവിടെയെങ്കിലും മിസ്പ്ലേസ് ആയി കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് 2 ഓപ്ഷൻ കൊടുക്കും. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്, പിന്നെ സെക്കൻഡ് ഇത് പറയും എവിടെയാണ് ലാസ്റ്റ് ഇത് ഡിസ്കണക്റ്റ് ആയത്, നിങ്ങളുടെ ഫോണിന് ബ്ലൂടൂത്ത് ഡിസ്കണക്റ്റ് ആയത്. സോ ആ സ്ഥലത്ത് നിങ്ങൾ പോയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിങ് തേടാം. ആ ഓപ്ഷൻ ഇവിടെ ഇല്ല നോൺ സാംസങ് ഫോൺസിൽ. ഓൺലി ലൈറ്റ് ബ്ലിങ്കിങ്ങിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇത് ലാസ്റ്റ് എവിടെ പെയർഡ് ആയിരുന്നു അത് പറയൂല, ഇവിടെ ഡിസ്കണക്റ്റ് ആയിന്ന് ഇത് പറയൂല. സോ ഈ 2 കാര്യം നോൺ സാംസങ് ഫോൺസിൽ ഇല്ല. പിന്നെ ലാസ്റ്റ് കാര്യം, ഐ തിങ്ക് എല്ലാവർക്കും ഇപ്പം അറിയാം, ഇത് ഓൺലി ആൻഡ്രോയിഡ് കമ്പാറ്റബിൾ ആണ്. ഇത് നോൺ ആൻഡ്രോയിഡ് ഡിവൈസിൽ വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ ഡിവൈസിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് എൻ്റെ ഒപ്പീനിയൻ ഇപ്പം അറിയാം. സോ ഇപ്പം സംസാരിക്കാം ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. ഫൈനലി ഇത് ആർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഡിവൈസാണ്. സോ ബേസിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ഓവറോൾ ഹെൽത്ത് മോണിറ്റർ ചെയ്യണമെങ്കിൽ ഇതൊരു നല്ല ഡിവൈസാണ്. ഞാൻ ജിമ്മൊക്കെ പോവും, ഞാൻ ഹെവി വെയ്റ്റ്സ് ഒക്കെ എടുക്കും. എനിക്ക് വേണ്ടിയിട്ട് ഇതൊരു മെയിൻ ഡിവൈസായിട്ട് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് വേണ്ടി എൻ്റെ സാംസങ് വാച്ച് അൾട്ര ആണ് മെയിൻ. ഇത് ഞാനത് യൂസ് ചെയ്യൂല്ലെങ്കിൽ ഞാനത് ചാർജിങ്ങിലിട്ടു, ആ സമയം ഞാൻ ഇതിടും. കാരണം എനിക്ക് എൻ്റെ ഫുൾ ഡേയുടെ ഡേറ്റ മോണിറ്റർ ചെയ്യണം, എൻ്റെ സ്ലീപ്പ് സ്കോറും എനർജി സ്കോറും എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഇതൊരു കമ്പാനിയൻ ഡിവൈസിനെ പോലെ വേണം. സോ ഇത് കമ്പാനിയൻ ഡിവൈസിനെ പോലെ വർക്ക് ചെയ്യും. നിങ്ങളുടെ വാച്ചും ഇതും ഒരുമിച്ച് വർക്ക് ചെയ്യും. 2 വാച്ച് ഒരുമിച്ച് വർക്ക് ചെയ്യില്ല, പക്ഷേ ഇതും ഒരു വാച്ചും ഒരുമിച്ച് വർക്ക് ചെയ്യും. സോ ആ സിനാരിയോന് വേണ്ടിയിട്ട് ഒരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഏറ്റവും നല്ല ഓപ്ഷൻ, ചില ആൾക്കാർക്ക് വാച്ച് ഇഷ്ടമില്ല, ചില ആൾക്കാർക്ക് മേ ബി അനലോഗ് വാച്ച് ഇഷ്ടമാണ്, അവർക്ക് മിനിമലിസ്റ്റിക് ലുക്ക് വേണം. ആ സമയം ഇതൊരു നല്ല ഓപ്ഷനാണ്. ചുമ്മാ ഒരു റിങ് ഇട്ടു, നിങ്ങളുടെ എല്ലാ ഡേറ്റ ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നു, നിങ്ങളുടെ ബോഡി സ്കോർ, സ്ലീപ്പ് സ്കോർ എല്ലാം ഇത് നിങ്ങൾക്ക് കാണിക്കുന്നു. പക്ഷേ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഒരു നോർമൽ അനലോഗ് വാച്ച്. അല്ലെങ്കിൽ മേ ബി എൻ്റെ അടുത്ത് ഒത്തിരി ഡിഫറെൻറ്റ് വാച്ചസ് ഉണ്ട്, കാസിയോ വാച്ച്, ആപ്പിൾ വാച്ച്, ഹുവാവേ വാച്ച്. എനിക്ക് എല്ലാ വാച്ച് ഇപ്പം എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും. പ്ലസ് എനിക്ക് എൻ്റെ ഡേറ്റ ഇവിടെ നിന്നും കിട്ടുന്നു. സോ മിനിമലിസ്റ്റിക് ലുക്ക്, പിന്നെ വേറെ വാച്ച് യൂസ് ചെയ്യണമെങ്കിൽ ഇതൊരു നല്ല ഓപ്ഷനാണ്. സോ ഇപ്പം 3 സിനാരിയോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ 3 സിനാരിയോയിൽ നിങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം. ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് വാച്ച് എടുത്താൽ മതി. ഇത് വാച്ചിനെക്കാളും എക്സ്പെൻസീവ് ആണ്. ഇപ്പം നിങ്ങൾക്കറിയാം
ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എൻ്റെ ഇൻഫർമേഷൻ വീഡിയോയുടെ എൻഡിലും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കാണും. അത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.